സകലമാന കേരളത്തിൽ ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട് നൊച്ചാട് യുവതിയുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്നതാണ് വാർത്ത. മലപ്പുറം സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. അനുവിന് വാഹനത്തിൽ ലിഫ്റ്റ് കൊടുത്ത ശേഷം തോട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി സ്വർണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, വലിയ ദുരൂഹതയുണ്ട് എന്ന് ആ യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണല്ലോ ഇതിപ്പോൾ ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നതും പ്രതി പിടിയിലായിരിക്കുന്നതും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നത്. കാരണം അനുവിന്റെ മരണത്തിൽ വലിയ ദുരൂഹത കുടുംബം ആരോപിച്ചിരുന്നു. കാരണം മുട്ടറ്റം മാത്രം വെള്ളം ഉള്ള ഒരു തോട്ടിലാണ് അനു മുങ്ങി മരിച്ചത്. ഒപ്പം ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ അയൽവാസികളായ ചിലർ ഒരാളുടെ ബൈക്കിൽ കയറി അനു പോകുന്നത് കണ്ടു എന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ചുവന്ന ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ ആളാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ബൈക്കിൽ അനുവിന് ലിഫ്റ്റ് കൊടുത്തിരുന്നു. തുടർന്ന് തോടിന്റെ സമീപം എത്തിയപ്പോൾ തോട്ടിലേക്ക് തള്ളിയിടുകയും വെള്ളത്തിൽ തല ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലയ്ക്ക് ശേഷം ഈ അനുവിന്റെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചാണ് ഇയാൾ കടന്നുകളയുകയും ചെയ്തു. എന്തായാലും ഈ നാട്ടുകാരുടെ മൊഴി അനുസരിച്ച് CCTV ദൃശ്യങ്ങളും മറ്റും അടിസ്ഥാനപ്പെടുത്തി നടത്തിയ തെരച്ചിലിൽ ഇയാളുടെ ചിത്രം അല്ലെങ്കിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശിയായ ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതി സ്ഥിരമായി ഇത്തരത്തിലുള്ള കവർച്ചാരീതി നടത്തുന്ന ആളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. നേരത്തെ ബലാത്സംഗ കേസിലും ഇയാൾ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പൂർണ്ണ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പറയും എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ തന്നെ പോലീസിന് ഇത്തരമൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായി തോട്ടിൽ വീണ് മരിച്ചതല്ല എന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ് പോലീസ് നടത്തിയത്. ഇതിനുശേഷമാണ് വളരെ വിശദമായ അന്വേഷണങ്ങൾ നടത്തിയത്. തിങ്കളാഴ്ചയാണ് വാളൂർ സ്വദേശിയായ അനു സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനായി ഇറങ്ങിയത്. അതിനുശേഷം പിന്നീട് അനുവിനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ഉച്ചവരെ ഈ ഭാര്യയെ കാത്തു നിന്നിട്ടും എത്താതെ വന്നതോടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് ആ മേഖലകളിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനുശേഷം പിറ്റേ ദിവസമാണ് ഈ തോട്ടിന് സമീപം പുല്ലരിയാനെത്തിയ സ്ത്രീകൾ ഈ മരിച്ച നിലയിൽ അനുവിനെ കണ്ടെത്തിയതും തുടർന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്തായാലും മാലയും പാദസരവും അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് പ്രതി അപഹരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഇപ്പോൾ തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. അനീഷ്, ആദ്യം തന്നെ ദുരൂഹത ബന്ധുക്കൾ ആരോപിച്ചിരുന്നുവെങ്കിലും അനുവിനെ കാണാതായത് മുതൽ ഉള്ള കാര്യങ്ങൾ ഇനിയും അന്വേഷിക്കേണ്ടതില്ലേ? പ്രത്യേകിച്ച് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അല്ലെങ്കിൽ പിടിയിലായത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇയാൾ അനുവിന് ലിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്നതടക്കം, ഇയാളുടെ ബൈക്കിൽ എങ്ങനെ അനു കയറി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതില്ലേ? തീർച്ചയായും ഇക്കാര്യങ്ങളിൽ വളരെ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അനുവും ഈ പ്രതിയുമായി മുൻപരിചയം ഇല്ല എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. നാട്ടിൻപുറമാണ്, പെട്ടെന്ന് ഒരാൾ വന്നപ്പോൾ എങ്ങനെ ലിഫ്റ്റ് വാങ്ങിപ്പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അപരിചിതനായ ആൾ വരുമ്പോൾ നാട്ടിൻപുറത്തെ ഈ വീട്ടമ്മമാർ സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ പെട്ടെന്ന് ലിഫ്റ്റ് വാങ്ങുമോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻപരിചയം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി അന്വേഷണം നടക്കുകയാണ് എന്ന് പോലീസ് പറയുന്നു. എന്തായാലും പതിവ് രീതി തന്നെയാണ് ഇയാളുടെ ഈ ലിസ്റ്റ് നൽകി ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ കവർച്ച നടത്തുക എന്നത് പതിവ് രീതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഉപയോഗിച്ചത് ഈ മോഷ്ടിച്ചെടുത്ത ബൈക്ക് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ബൈക്കൊക്കെ കേന്ദ്രീകരിച്ച് പലപ്പോഴും അന്വേഷണം നടത്തുമ്പോഴും ഈ പ്രതിയിലേക്ക് നേരിട്ടെത്താൻ കഴിയാതെ വരും. കാരണം ഈ ബൈക്കിന്റെ രജിസ്റ്റേർഡ് ഓണറുടെ വിലാസത്തിലൊക്കെയാണ് പലപ്പോഴും അന്വേഷണങ്ങൾ എത്തി നിൽക്കുക. അതുകൊണ്ട് അത്തരത്തിലൊരു രീതിയാണ് ഇയാൾ പലപ്പോഴും അവലംബിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായി CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടാണ് അയാൾക്ക് തിരിച്ചടിയായി മാറുകയും പോലീസിന് പ്രതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയും ചെയ്തത്. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായ ഒരു കൊലപാതക രീതി തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. കാരണം സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി ഒരു
ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുക, അത് കുന്നു തോട്ടിലേക്ക് തള്ളുക, മരണം ഉറപ്പാക്കിയ ശേഷം ശരീരത്തിൽ നിന്നും സ്വർണം കവർന്ന് പോവുക, യാതൊരു കൂസലുമില്ലാതെ പിന്നീട് സാധാരണ ജീവിതം നയിക്കുക എന്നിങ്ങനെയുള്ള അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതക രീതി തന്നെയാണ് ഇത് എന്ന് ആണ് പോലീസ് പറയുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ഇയാളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ സ്ത്രീയെ ലിഫ്റ്റിൽ കയറ്റി കൊണ്ടുപോയത്, അതിനുശേഷം എവിടെ വെച്ചാണ് ഈ കൊലപാതകം എന്ന രീതിയിലേക്ക് എത്തുക, കൊലപാതകം ചെയ്ത ശേഷം അവിടെ കൊണ്ടുവരികയായിരുന്നോ അതോ വളരെ പെട്ടെന്ന് വാഹനത്തിൽ നിന്നും ഇറക്കിയ ശേഷം തോട്ടിലേക്ക് തള്ളിയിട്ട് കൊല്ലുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം ഈ സ്ത്രീയുമായി അനുവുമായി എന്തെങ്കിലും മുൻപരിചയം പ്രതിക്കുണ്ടായോ അതോ സ്വാഭാവികമായി പെട്ടെന്ന് യാദൃശ്യമായി ലിഫ്റ്റ് നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.